പക്ഷെ അതെ, എനിക്ക് അതിനു മുമ്പ് മതിയായ സമയം വേണം. ഇവിടെ സംഘപരിവാർ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും പറഞ്ഞ വാദമുഖങ്ങളോട് തീർച്ചയായും എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാ കാലത്തും CPM ഉത്തരം മുട്ടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു നരേറ്റീവ് അങ്ങോട്ട് എടുത്തിടും. ഇവിടെ ഈ ചർച്ചയിൽ അതാണ്. ഇപ്പോ സംഘപരിവാർ കേരളീയ സമൂഹത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രചാരവേലകളുണ്ട്. അത് ഈ ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറയുന്നത് മറ്റു വിശ്വാസികൾ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള വിഷലിപ്തമായ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. അതിനെ പ്രതിരോധിച്ചതാരാ? ഇവരല്ല. കേരളത്തിന്റെ നിയമസഭയുടെ അകത്ത് അന്ന് നിയമസഭാ അംഗമായിരുന്ന ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായാണ് ഇതൊക്കെ കേരളീയ സമൂഹത്തിനകത്ത് കൂടുതൽ ചർച്ചയാവുകയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിനെയൊക്കെ കോൺഗ്രസ് അടക്കം വളരെ കൃത്യമായി എതിർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പൊ CPM എന്താ പറയുന്നത്? ഇത് സംഘപരിവാറിന്റെ ആശങ്കയല്ലാതെ, കേരളത്തിലെ വിശ്വാസികളുടെ ആശങ്കയെ സംഘപരിവാറിന്റെ ആശങ്കയായി ഇവർ ന്യൂനീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇവിടെ കേരളത്തിലെ ശബരിമലയിൽ വരുന്ന ആളുകളൊക്കെ സംഘപരിവാറുകാരാണോ? ക്ഷേത്ര വിശ്വാസികളൊക്കെ സംഘപരിവാറുകാരാണോ? ഞാനിപ്പോ കാസർഗോഡാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടി ആടുന്ന ആളുകളൊക്കെ ബഹുഭൂരിപക്ഷം CPM-കാരല്ലേ? ഇവിടുത്തെ വിശ്വാസികളിലും CPM-ന് ഒരു ഷെയർ ഉള്ള CPM അനുഭാവികളടക്കം, നിങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളടക്കം നിങ്ങളുടെ ഈ പറയുന്ന മിസ്മാനേജ്മെന്റിൽ, ഈ പകൽ കൊള്ളയിൽ അസ്വസ്ഥരാണെന്നേ. ഇവിടെ വളരെ കൃത്യമായി CPM-നെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ആരാ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇതിന്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടാളുകൾക്ക് ആരുമായാണ് പൊളിറ്റിക്കൽ അഫിലിയേഷൻ, രാഷ്ട്രീയ ബന്ധം ആരുമായി എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും പാർട്ടിയുമായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇരിക്കുന്ന സുരേഷ് കുമാറിന്റെ പാർട്ടിയുമായിട്ടാണെന്നേ. അതിനകത്ത് ആർക്കും തർക്കമില്ലല്ലോ. അദ്ദേഹത്തിന് പോലും അത് എന്നോട് വിയോജിക്കാൻ കഴിയില്ല. അത് എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കിയ നേതാവിനെ പുറത്താക്കിയിട്ടുണ്ടെന്ന്. പാർട്ടി ഉണ്ടാക്കിയ നേതാവ് ചാത്തുണ്ണി മാസ്റ്റർക്കെതിരെയാ. ചാത്തുണ്ണി മാസ്റ്റർക്കെതിരെ ഏതെങ്കിലും കേസ് ഉണ്ടായിട്ടല്ല, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കേവലം ഒരു ആരോപണം വന്നപ്പോൾ ചാത്തുണ്ണി മാസ്റ്റർ പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മുതിർന്ന നേതാവായ CKP പത്മനാഭനെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്. അതൊന്നും കേസിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. നമുക്ക് വേണമെങ്കിൽ നിയമപരമായി പറയാം, ഒരു കേസിൽ അയാൾ കുറ്റാരോപിതം മാത്രമാണ്, പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ കേസിന്റെ ട്രയൽ തീരുന്നവരെ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ? നൈതികത എന്നത് ഒന്നിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാ പാർട്ടികളും നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ CPM എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? CPM-ന് ഭയപ്പെടാനുണ്ട്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇവിടെയുണ്ട്. അത് ഇവർക്ക് ഈ ചർച്ചകളിൽ അടക്കം അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് ഇവർക്ക് സത്യസന്ധമായ ഒരു വിശദീകരണം ചാനൽ ചർച്ചകളിലോ പുറത്തോ CPM-ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് CPM-ന് പ്രതിസന്ധി. ഇപ്പൊ CPM ഈ ചർച്ചകളിൽ ഇത് ഒരു ആഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പൊ നളചരിതം 4-ാം ദിവസം എന്നൊക്കെ പറയുന്നത് പോലെ സോണിയാഗാന്ധി വധം ആട്ടകഥയാണ് ഇവർ ആടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോണിയാഗാന്ധിക്ക് നിങ്ങളുടെ ആനുകൂല്യം ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ സംഘപരിവാറുമായി ഫൈറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറു കടുക് മണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇപ്പോഴേ ഈ നിയമ സംവിധാനത്തിൽ ഈ പറയുന്ന കേന്ദ്രത്തിലെ ഭരണകൂടമോ അല്ലെങ്കിൽ അവരെ വെറുതെ വിടുമായിരുന്നു. ഇവിടെ എന്താണ് യാഥാർത്ഥ്യം? വളരെ കൃത്യമായി ഈ സംഘപരിവാർ അജണ്ടകൾ ബലപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരം ആഖ്യാനങ്ങളാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം അടക്കം CPM-ന്റെ പ്രതിനിധികൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, സോണിയാഗാന്ധി വിശദീകരിക്കണം. എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു? എന്തിന് സോണിയാഗാന്ധി വിശദീകരിക്കണം? ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് കളങ്കിതനായ ഒരു വ്യക്തിയല്ലാന്നേ. അവരുടെ കയ്യിൽ ചരട് കെട്ടി. ഇപ്പൊ സോണിയാഗാന്ധി അടക്കം ഗാന്ധി കുടുംബത്തിലെ പല അംഗങ്ങളും ക്ഷേത്രങ്ങളിൽ പോവുകയും ക്ഷേത്ര വിശ്വാസികളും പൂജകളിലും വിശ്വസിക്കുന്ന ആളുകളാണെന്നേ. പല ആളുകളും ചരട് കെട്ടുന്നുണ്ടായിരിക്കാം, അവരുടെ വീട്ടിൽ പൂജ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനെന്താണ് ഒരു പൊതുസമൂഹത്തിന്റെ കൺസേൺ? അവരുടെ സ്വകാര്യതയല്ലേ. അവർ വന്ന് എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ വീട്ടിൽ വന്ന് ചരട് കെട്ടിയെന്ന് വിശദീകരിക്കേണ്ട ബാധ്യത, അത് ആവശ്യപ്പെടാനുള്ള വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റല്ലേ. സോണിയാഗാന്ധി എന്തിനു വിശദീകരിക്കാൻ